ശാലോം ടി വി ഒരുക്കുന്ന രണ്ടാം വരവ്, യുഗാന്ത്യപരമായ ഈ പഠന കളരിയിൽ നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ അതിലെ 8ാമത്തെ എപ്പിസോഡാണിപ്പോൾ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വലിയ ഒരു സന്തോഷവാർത്ത മനസ്സിലാക്കിയത് എന്താണ്? കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചു, പാതാളത്തിലേക്ക് ഇറങ്ങിയത് ആദവും ഹവ്വയും വരെയുള്ള ലോകാരംഭം മുതലുള്ള ആളുകളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുകയും ആദത്തെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ വലിയ ഒപ്പീസിൽ ഇത് പാടാറുണ്ട്. ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമായി. ഇതാ ഇനി കർത്താവിൻ്റെ ഉയർപ്പും വീണ്ടും വരവിലേക്ക് പ്രവേശിക്കുകയാണ്. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധിനാൾ ഉയരും മോഹനഗാനം, അത് കേട്ടുണരും മൃതരെല്ലാരും, ത്രിത്വത്തിനായി കീർത്തനമോതും. വിസ്മയനീയതയാണ് ഇവിടുത്തെ വിഷയം. ആദവും ഹവ്വയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട, അതിനുവേണ്ടി അത്ഭുതകരമായ സ്വർഗം താഴോട്ടിറങ്ങി വന്നു കർത്താവ് ഈശോ മിശിഹായുടെ വരവിലൂടെയും. ആ സ്വർഗീയ ഭാഗ്യമാണ് ഇനി ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണത്തിന് ശേഷം. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണത്തിനും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉയർപ്പിൻ്റെ അനുഭവം ആ വിശ്വാസത്തിലൂടെ ജീവിക്കുമ്പോൾ തന്നെ ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. ഈശോയുടെ ഉയർപ്പിലും പുനരുത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലുമുള്ള പൂർണ്ണ വിശ്വാസം നമുക്കിപ്പോഴുണ്ടാകുമ്പോൾ ആ ഉയർപ്പും സ്വർഗാരോഹണത്തിൻ്റെ അനുഭവം നമുക്കിവിടെ വെച്ച് ആരംഭിക്കുകയും അങ്ങനെ ഇവിടെ ആ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ആ ഉയർപ്പിൻ്റെ അനുഭവം മുൻകൂർ നമ്മളിവിടെ അനുഭവിക്കുമ്പോഴാണ് പിന്നീട് നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കാൻ അതിനെ സാധിപ്പിക്കുന്നത്. ഇത് എളുപ്പമല്ല മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വിസ്മയനീയത എന്ന് പറയുന്നത്. നമ്മൾ അല്പം കൂടി അതിലേക്ക് മുന്നേറുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സർവശക്തനായ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിൻ്റെ ഉത്ഥിതമായ മനുഷ്യത്വത്തിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ
എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. 645 ഖണ്ഡികയിൽ കാറ്റഗിസത്തിൽ പറയുന്നത്, ഉത്ഥിതനായ യേശു സ്പർശം, ഭക്ഷണത്തിൽ പങ്കുചേരൽ എന്നിവ വഴി തൻ്റെ ശിഷ്യന്മാരുമായി നേരിട്ട് സമ്പർക്കം സ്ഥാപിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം അവരുടെ കൂടെ ഉണ്ടുറങ്ങി ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ താൻ ഒരു ഭൂതമല്ലെന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് അവരെ ക്ഷണിക്കുന്നു. സർവോപരി താൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണപ്പെടുന്ന പീഡാനുസഹനത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും സംവഹിക്കുന്ന ആ ശരീരം, ഈശോ പറയാണ്, നിങ്ങൾ അടുത്ത് വരുവിൻ, നോക്കുവിൻ, ഞാൻ ഭൂതമല്ല, എൻ്റെ മുറിവുകൾ നോക്കുവിൻ. എന്താണ് ഈ മുറിവുകൾ പറയുന്നത്? ഇത് ആ പീഡ സഹിച്ച അതേ ശരീരം തന്നെയാണ്. പീഡസഹനത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും സംവഹിക്കുന്ന ആ ശരീരം പീഡിതവും ക്രൂശിതവുമായ അതേ ശരീരം തന്നെയാണ്. പരിശോധിച്ച് ഉറപ്പുവരുത്താനും അവിടുന്ന് അവരെ ക്ഷണിക്കുകയാണ്. അതേസമയം സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മഹത്വപൂർണമായ ശരീരത്തിൻ്റെ പുതിയ ഗുണങ്ങൾ കൂടിയുള്ളതാണ്. അത് സ്ഥലകാലങ്ങളെ പരിമിതിയില്ലാത്തതാണ്. അങ്ങനെ എപ്പോൾ കാണപ്പെടണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതാണ് ആ ശരീരം. കാരണം അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റത് യേശുവിൻ്റെ ആ മനുഷ്യ ശരീരം തന്നെയാണ്. അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനി അത് പിതാവിൻ്റെ ദൈവികമായ മണ്ഡലത്തിൻ്റേത് മാത്രമാണ്. അതുകൊണ്ടുകൂടിയാണ് ഉത്ഥിതനായ യേശു ഇഷ്ടം പോലെ പ്രത്യക്ഷപ്പെടാനുള്ള പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഒരു തോട്ടക്കാരനായിട്ടോ ശിഷ്യന്മാർക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും രൂപത്തിലോ പ്രത്യക്ഷപ്പെടാൻ അവിടത്തേക്ക് കഴിയുന്നു. ഇവയെല്ലാം അവരുടെ വിശ്വാസത്തെ ഉണർത്തുവാൻ വേണ്ടിയായിരുന്നു. തൻ്റെ ഉയർപ്പിന് മുമ്പ് ജെയ്റോസിൻ്റെ മകളെയും നൈനിലെ യുവാവിനെയും ലാസറിനെയും മരിച്ചവൾ ഉയർപ്പിച്ച സംഭവങ്ങളിൽ എന്നതുപോലെ ഭൂമിയിലെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈശോ ഉയർത്തത്ത് വീണ്ടും മരിച്ചില്ല. എന്നാൽ ലാസർ ഉയർത്തു, നൈനിലെ വിധവയുടെ മകൻ ഉയർത്തു, ജെയ്റോസിൻ്റെ മകൾ ഉയർത്തു. അവരെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ച് വീണ്ടും മരിച്ചു. അപ്പം അവരുടെ ആ ഉയർപ്പും അതിനുശേഷമുള്ള ജീവിതവും പോലെ അല്ല യേശുവിൻ്റെ ഉയർപ്പും അതിനുശേഷമുള്ള ജീവിതവും. യേശു ഉയർത്തതിന് ശേഷം പിന്നെ മരിച്ചിട്ടില്ല. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെന്നുള്ളതാണ്. അത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ ഉയർപ്പിൽ അർത്ഥമുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് അവർക്ക് കിട്ടിയത്. ആ സംഭവങ്ങൾ അത്ഭുത സംഭവങ്ങളായിരുന്നു. എന്നാൽ വിസ്മയനീയമാം വിധം ഉയർപ്പിക്കപ്പെട്ട ആ വ്യക്തികൾ യേശുവിൻ്റെ ശക്തിയാൽ സാധാരണ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു പ്രത്യേക നിമിഷത്തിൽ അവർ വീണ്ടും മരിക്കും. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം സത്താപരമായി വ്യത്യസ്തമാണ്. ഉത്ഥാനം ചെയ്ത തൻ്റെ ശരീരത്തിൽ അവിടുന്ന് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കാലത്തിനും സ്ഥലത്തിനും അതീതമായി മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. പുനരുത്ഥാനത്തിൽ യേശുവിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് മഹത്വപൂർണമായ തൻ്റെ അവസ്ഥയിൽ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു സ്വർഗീയ മനുഷ്യൻ. 1 കൊറിന്ത്യസ് 15:35 പറയുന്നത് ക്രിസ്തു സ്വർഗീയ മനുഷ്യനാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയാൻ കഴിയുന്നത്. അങ്ങനെ പുനരുത്ഥാനം സർവാതിശയമായ ഒരു സംഭവമാണെന്നും ഉയർപ്പ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തിയാണെന്നും പുനരുത്ഥാനത്തിൻ്റെ അർത്ഥവും രക്ഷാകര മൂല്യവും ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പുനരുത്ഥാനം സർവോപരി ക്രിസ്തു സകല പ്രവൃത്തികളുടെയും പ്രബോധനങ്ങളുടെയും സ്ഥിരീകരണമാണ്. ക്രിസ്തു വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തൻ്റെ ദൈവിക അധികാരത്തിൻ്റെ നിയതമായ തെളിവ് തൻ്റെ പുനരുത്ഥാനം വഴി നൽകിയെങ്കിൽ എല്ലാ സത്യങ്ങളും മനുഷ്യബുദ്ധിക്ക് ഏറ്റവും അനഭികാമ്യമായിട്ടുള്ളതുപോലെ
അവയുടെ ന്യായീകരണം കണ്ടെത്തുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ഈ ശരീരത്തോടെയാണ്. അങ്ങനെ കർത്താവ് യേശു അവരോട് സംസാരിച്ചതിന് ശേഷം കണ്ടോ, ഈ ശരീരത്തോടെ 40 ദിവസം അവരുടെ കൂടെ ഉറങ്ങിയുണ്ട്, സംസാരിച്ചു, പഠിപ്പിച്ചു. ഈ 40 ദിവസമാണ് വാസ്തവത്തിൽ യഥാർത്ഥമായി സഭയുടെ ആരംഭം. അന്ന് അവരോട് കൈമാറിയ രഹസ്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. പക്ഷെ അതൊന്നും സുവിശേഷത്തിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിശ്വാസത്തിലൂടെ നമ്മളത് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരം അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ നിമിഷത്തിൽ തന്നെ മഹത്വീകൃതമായി. അവിടുത്തെ ശരീരം ഉത്ഥാനത്തിന് ശേഷം സ്ഥിരമായി അനുഭവിക്കുന്ന നവീനവും പ്രകൃത്യാതീതമായ സവിശേഷത കൊണ്ട് അത് തെളിയിക്കപ്പെടുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടുകൂടി സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും രാജ്യത്തെപ്പറ്റി അവരെ പഠിപ്പിക്കുകയും ചെയ്ത് 40 ദിവസക്കാലത്തേക്ക് അവിടുത്തെ മഹത്വം സാധാരണ മനുഷ്യ പ്രകൃതിയുടെ പരിവേഷത്തിന് കീഴിൽ മറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ മഹത്വം മനുഷ്യ പ്രകൃതിയുടെ പരിവേഷത്തിന് കീഴിൽ മറഞ്ഞിരുന്നു. ദൈവിക മഹത്വത്തിലേക്കുള്ള തൻ്റെ മനുഷ്യപ്രകൃതിയുടെ തിരിച്ചുവരവില്ലാത്ത പ്രവേശനമായിരുന്നു യേശുവിൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടൽ. ആ മഹത്വത്തിൻ്റെ പ്രതീകമാണ് മേഘവും സ്വർഗവും. ആ സമയം മുതൽ അവിടുന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. തികച്ചും അപൂർവവും അനന്യവുമായ ഒരു രീതിയിൽ യേശു തൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടലിൽ അകാലപ്രജയ്ക്കെന്ന പോലെ പൗലോസിന് തന്നെ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ അപ്പസ്തോലനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഉത്ഥിതൻ്റെ മഹത്വത്തിനുണ്ടായിരുന്ന നിഗൂഢഭാവം അവിടുന്ന് മഗ്ദലന മറിയത്തോട് പറഞ്ഞ രഹസ്യാത്മക വാക്കുകളിൽ കാണാം. ഞാൻ ഇനിയും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്വവും തമ്മിൽ ആവിഷ്കരണത്തിലുള്ള ഒരു വ്യത്യാസത്തെ ഇത് സൂചിപ്പിക്കുന്നു. സ്വർഗാരോഹണ സംഭവം ചരിത്രപരവും സർവാതിശായിയുമായ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള അവസ്ഥാന്തരത്തെ ദ്യോതിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുകയും ഈശോ ശരീരത്തോടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെയും വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ മുൻ ആസ്വാദനവും എല്ലാം അനുഭവതലത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന് സ്വർഗാരോഹണത്തിന് ശേഷം സ്വർഗത്തിൽ ശരീരത്തോടെ പ്രവേശിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ മാത്രമാണ്. മറ്റ് എല്ലാ വിശുദ്ധരും ആത്മാവ് മാത്രമാണ് അവരുടെ സ്വർഗത്തിലുള്ളത്. എന്നാൽ അവരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നിട്ടും ഈ ആത്മാക്കൾ, വിശുദ്ധരായ ആത്മാക്കൾ നമ്മളുമായിട്ട് സമ്പർക്കത്തിലും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അന്ത്യദിനത്തിൽ അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യേശുവിൻ്റെ ഈ ഉയർത്തെഴുന്നേൽക്കലാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽക്കലിൻ്റെ പ്രധാന ശക്തി. ഈ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽക്കലിൽ സ്വർഗാരോഹണത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലും അന്ത്യവിധി യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും നമുക്ക് സംശയാതീതമായ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന വാക്ക് എന്താണ്? ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള നമ്മുടെ വിശ്വാസം ഇപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാകും. യേശുവിൻ്റെ ശരീരം ആ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നമ്മളിൽ ഇന്ന് മാമോദീസായിലൂടെയും
സൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ മർത്താ മറിയത്തിൻ്റെ വീട്ടിൽ വെച്ച് ഈശോ ലാസറിൻ്റെ ഉയർപ്പിലൂടെ, ജൈറസിൻ്റെ മകളെ ഉയർപ്പിച്ചതും നയനിൻ്റെ വിധവയുടെ ഉയർപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ലാസറിനെ ഉയർപ്പിച്ചത്. ലാസറിനെ ഉയർപ്പിക്കുന്നതിൻ്റെ കാരണം ഈ വരാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ മുൻ ആസ്വാദനം ഇവിടെ വെച്ച് നമുക്ക് ലഭിക്കാനുള്ളതാണെന്ന് യേശു പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഈശോ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ തൻ്റെ സുഹൃത്തിനെ ഉപയോഗിക്കുകയാണ്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലാസർ പെട്ടെന്ന് മരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ തന്നെ മർത്താ മറിയം ഇവരെല്ലാവരും ബാല്യകാലം മുതലേ സുഹൃത്തുക്കളാണ്. ഈശോ 12 വയസ്സിൽ ദേവാലയത്തിൽ പോകുന്ന കാലഘട്ടത്തിൽ ഇവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതെല്ലാം. അങ്ങനെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന അവരുടെ ആത്മസുഹൃത്തായ യേശുവിനെ ആളയച്ചിട്ട് യേശു വന്നില്ല. അവരിത്രേ പറഞ്ഞുള്ളൂ, നീ പോയിട്ട് പറയണം, നീ സ്നേഹിക്കുന്ന ലാസർ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു പറഞ്ഞാൽ മതി. യേശു വന്നില്ല. കാരണം യേശു മനഃപൂർവ്വം ലാസറിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഈ മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെ വെളിപ്പെടുത്താൻ വേണ്ടി, ഈ ഉത്ഥാനത്തിൻ്റെയും ആ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകണമെങ്കിൽ, ഉത്ഥാനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. 4-ാം ദിവസം ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഈ പെങ്ങന്മാരെല്ലാം നെഞ്ചത്തടിച്ചു കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, കർത്താവേ നീ ഞങ്ങളോട് എന്തെങ്കിലും ചെയ്തു. പാവിട്ട് കരഞ്ഞു. ശരിയാണ്, അവരുടെ ദുഃഖം യേശു മനസ്സിലാക്കി. യേശുവും അവരോടൊപ്പം കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്ന് നെടുവീർപ്പിട്ടിട്ട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മർത്ത വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മർത്ത പറയാണ്, അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. മർത്ത അവിടെ പറഞ്ഞതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഘോഷിക്കുന്നത്. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് മർത്ത പറഞ്ഞത്, അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ അവൻ ഉയർക്കും എന്ന്. ഇപ്പോഴാണ് ഈശോ വലിയ ഒരു ചരിത്ര പ്രഖ്യാപനം. ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാം വചനത്തിൽ യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു, ഐ ആം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ വെറുതെ വാവിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചവരുടെ ഉത്ഥാനത്തിലും ആ മരിച്ച വ്യക്തി ജീവിക്കുന്നു. അവൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. അവൻ്റെ ശരീരം മണ്ണിലേക്ക് പോയാലും ആ ശരീരം അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് മരണം ഒരു സന്തോഷ വാർത്തയാണ്. മരണം ഒരിക്കലും ഒരു ദുഃഖമല്ല. മരണഭയം നമുക്കില്ല. ആരെങ്കിലും മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ പറയും, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹത്തിൻ്റെ സമയമായി, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ദുഃഖം തോന്നാറില്ല. കാരണം ഇത് വിശ്വസിച്ചാൽ മതി. എന്താണ് മരണം? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈശോ പറയാണ്, അപ്പോൾ അന്ത്യദിനത്തിൽ ഉയർപ്പുണ്ടാകുമെന്നുള്ളത് വിശ്വസിച്ച മർത്തയോട് ഈശോ പറഞ്ഞില്ല ഇങ്ങനെ, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാനിരിക്കുന്നത് ഞാനാകുന്നു എന്നല്ല പറഞ്ഞത്. ആ അന്ത്യദിനത്തിലെ ഉത്ഥാനം ഞാനാകുന്നു. അതായത് ആൽഫ പോയിന്റ്, ഒമേഗ പോയിന്റ്. ആ ഒമേഗ പോയിന്റിൽ ഉണ്ടാകാൻ പോകുന്ന, വീണ്ടും വരവിലുണ്ടാകാൻ പോകുന്ന ഉത്ഥാനം, ആ ഉത്ഥാനം ഞാനാണ് ഉയർപ്പിക്കുമെന്നല്ല പറഞ്ഞത്, ഞാനാകുന്നു. ആ ഉത്ഥാനം ഞാനാകുന്നു. ഐ ആം ദ റിസറക്ഷൻ.
ഇത് കേട്ടപ്പോഴാണ് അവൾക്ക് ഭയങ്കര ഒരു വെളിവ് കിട്ടുകയാണ്. ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. അതായത് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ പുനരുത്ഥാനം തന്നെയാണ് ഇന്നിവിടെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്ക് വേണോ? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ഞാനും ഇന്നിവിടെ നിൽക്കുന്ന ഞാനും തമ്മിലൊരു വ്യത്യാസമില്ല. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക, ഈ രണ്ടാം വരവ് വരുന്ന ആ കർത്താവ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ കർത്താവ് തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഭക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. ആ ബോധ്യത്തോടു കൂടിയാണ്. അതാണ് നമ്മൾ പറയുന്നത്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് വിശ്വസിച്ചായിട്ട് ശരീരവും രക്തം സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. അതിങ്ങനെ ആൾത്താരപാലകന്മാർ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇത്തിരി സ്പീഡില്ലാണ്ട് അതൊന്ന് കേൾക്കണം, എന്നിട്ട് സാവധാനം അത് ഏറ്റു പറയണം. മർത്ത പറഞ്ഞു, മർത്തായോട് പറയുകയാണ്, ഞാനാകുന്നു ആ പുനരുത്ഥാനം, ഞാനാകുന്നു ആ ജീവൻ. എന്നിട്ട് വീണ്ടും പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് കുറേയും കൂടി വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിലും നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ഉത്ഥാനം, അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന ആ ഉത്ഥാനത്തിൻ്റെ മുൻ അനുഭവം ഇവിടെ വെച്ച് നമ്മൾക്ക് കൂദാശകളിലൂടെ, അതാണ് കൂദാശകളിലൂടെ നമുക്ക് തരുന്നത്. അതാണ് കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നത്. എന്താണ് ഉയർപ്പ്? ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പ് 997. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? 997. മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. അതേസമയം മഹത്വീകൃതമായ ആ ആത്മാവ് മഹത്വീകൃതമായ ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനിയാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും വരവിൻ്റെ സമയത്ത് ദൈവം 997 ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഈ മർത്യ ശരീരത്തെ അമർത്യമായ ശരീരമായി മാറ്റുന്ന, ഇതൊരു ജപ്പിടി വിദ്യ അല്ല, ഇതൊരു മാജിക് അല്ല. ഇതാണ് കർത്താവ് ഈശോ മിശിഹായുടെ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ഉയർപ്പിൻ്റെ ശക്തിയാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അത് അന്ത്യദിനത്തിൽ സംഭവിക്കും. എന്നാൽ അത് ഇന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരിലും മുൻകൂറായി അനുഭവമാകുന്നു. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരിലും ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അങ്ങനെ നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ രൂപാന്തരീകരണം ആരംഭിക്കുന്നു. അതാണ് വീണ്ടും ജനനം, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ, മരിച്ചുപോയ ഈ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക്, മർത്യശരീരം ഇപ്പോൾ അനശ്വരമായി മാറുന്നു. അനശ്വരമായ ജീവിതം ആത്യന്തികം പ്രദാനം ചെയ്യുന്നു.
എങ്ങനെ? മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. പക്ഷെ അവിടുന്ന് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ അവിടുന്നിൽ എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ആധ്യാത്മിക ശരീരമായി മാറും. ഇതാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ പറയുന്ന ആ വിസ്മയനീയത. അത് എഴുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കാറ്റഗീസത്തിൽ 999, 1000 നേരെ മുമ്പിലുള്ളത്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, ഇത് പൗലോസ്ലീഹയുടെ ശൈലിയാണ് കേട്ടോ, സ്നേഹം കൊണ്ടാണ്. നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വെറുമൊരു മണി മാത്രം. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർക്കുന്നു. മരിച്ചവർ അനശ്വരരായി ഉയർപ്പിക്കപ്പെടും. എന്തെന്നാൽ നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം, മർത്യമായ ഈ പ്രകൃതി അമർത്യത ധരിക്കുകയും വേണം. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇത് വിശ്വസിക്കുമ്പോൾ ഈ രണ്ടാം വരവ് നമ്മൾ മുൻകൂറായിട്ട് ഇവിടെ അനുഭവമാകുകയാണ്. അങ്ങനെ ആ അനുഭവത്തിൽ നമ്മളിവിടെ ജീവിക്കുകയാണ്. ആ രണ്ടാം വരവിൻ്റെ മുൻ ആസ്വാദനത്തിൽ ഇവിടെ നമ്മൾ ജീവിക്കുകയാണ്. അതാണ് 1002 ഖണ്ഡികയിൽ പറയുന്നതും കൂടി നമ്മൾ കേട്ടിട്ട് ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാം. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടി ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. 1002. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള പന്തക്കുസ്തായിലുള്ള പ്രവർത്തനം. ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ യോഗ്യതകളും സ്വർഗാരോഹണത്തിൻ്റെ യോഗ്യതകളും മുഴുവനും അടങ്ങിക്കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് തമ്മിലേക്ക് വരുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ആത്മാവാണത്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. ഇപ്പോൾ തന്നെ ആ പങ്കുചേരലിലൂടെയാണ് നമ്മൾ ആ വരാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മർത്യ ശരീരം ഈ പാപത്തിൻ്റെ വികലമായതിൽ നിന്നും വിട്ട് യേശുവിൻ്റെ ആദത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിട്ട് യേശുവിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നു. നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി മാറി. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക. അന്ത്യദിനത്തിൽ രണ്ടാം വരവിൽ യേശു നമുക്കായി നൽകുന്ന ആ ഉത്ഥാനത്തിൻ്റെ മുൻ ആസ്വാദനം നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും ലഭിക്കുന്നു. അത് ആസ്വദിക്കുമ്പോൾ, അത് ഇവിടെ അനുഭവമാകുമ്പോൾ ഈ രണ്ടാം വരവിനെക്കുറിച്ചൊരു ഭയവും ഉണ്ടാകില്ല. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ രണ്ടാം വരവിൻ്റെ സമയത്തുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളും അടയാളങ്ങളും അതിനു മുമ്പുണ്ടാകാവുന്ന അന്ത്യക്രിസ്തുവിനെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കണം. കർത്താവേ, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളിപ്പോൾ തന്നെ ഉയർപ്പിൻ്റെ ആ അനുഭവത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ.